ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വ്ലോഗാണ് അറേഞ്ച് ചെയ്തത്. കാരണം നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കൊമൻറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഉപ്പുമുളക് ലൊക്കേഷനിലെ കുറച്ച് സ്പെഷ്യൽ മൊമെന്റ്സ് എടുക്കാമെന്ന്. സോ ഞാൻ കുറച്ച് സ്പെഷ്യൽ മൊമെന്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്ലോഗും എടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നത് അവിടുത്തെ സ്പെഷ്യൽ മൊമെന്റ്സ് ആയിരിക്കും. ഈ പ്രാവശ്യത്തെ ഷെഡ്യൂൾ പാക്കപ്പ് ആയി. അപ്പൊ ഈ പ്രാവശ്യത്തെ ഷെഡ്യൂൾ നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം ഈ പ്രാവശ്യം ഞാനും ഈ ഷെഡ്യൂൾ ഫുള്ളിൽ എന്തായിരുന്നു, കല്ലും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പാർക്കുട്ടിയും കല്ലും തമ്മിലുള്ള കുറെ മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമായിരുന്നു, അത് നിങ്ങൾ ഷെയർ ചെയ്യണം, മൊമെന്റ്സ് പ്രത്യേകം മൊമെന്റ്സ് പറയണം എന്നൊക്കെ. സോ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് കാണാം. ഈ ഷൂന്റെ ഡേ കുറെ കുഞ്ഞു മക്കള് വന്ന ദിവസമായിരുന്നു. സോ അതുകൊണ്ട് കല്ലൂരും പാറൂനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കളിക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. വ്ലോഗാണ് ഗൈസ്, ഗൗരിയമ്മയുടെ. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഏത് കളറാ? ഓറഞ്ച് അല്ലേ? ആപ്പിളിന്റെ കമ്പനി റെഡ് ഇറക്കിയോ? എന്റെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? സെക്കൻഡ് ഒരു ഷൂട്ടിന്റെ ഡേ ഞാനും കല്ലും പാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾ കുറച്ച് ദൂരെയൊക്കെ പോയി ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഇതാ തിരിച്ചങ്ങോട്ട് പോവാണ്. നിന്റെ അമ്മ എല്ലാ സംശയത്തിനും ഉത്തരം തരും. അമ്മ പറ. പക്ഷെ എനിക്കറിയില്ലല്ലോ, അതിന് ചോദ്യം കേട്ടില്ലല്ലോ. പറ. കുഞ്ഞിക്കുരിപ്പ് ഇവിടെ നിന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. മാങ്ങയുടെ ചോന ചൂടൊക്കെ പൊള്ളുന്നു വന്നിട്ട് നാക്കിലെ തൊലിയൊക്കെ പോയി. ഞങ്ങളങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് അടുത്ത സീനിലേക്ക് കയറാൻ നിന്നപ്പോൾ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റ്. അപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ വീഴുന്നുണ്ടായി. അന്നങ്ങനെ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞതാ. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ഷൂട്ടിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് 3 പേർക്ക് സീനില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ സ്ലൈം വെച്ച് റെസ്റ്റോറൻറ്റ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. എപ്പോൾ തരും നൂഡിൽസ്? എത്ര സമയം എടുക്കും? 10 സമയമോ? 10 മിനിറ്റ് ആണോ? ഇതെന്ത് ഫുഡാണ് ഗൈസ്? ഇത് പൊന്നി മാം ആണോ? ഓ, ഇവിടെ നിന്ന് ഇതെല്ലാം വലിച്ച് ഇളക്കിയിട്ട് ഈ കല്ലു എല്ലാം വലിച്ചിളക്കി. ദോശ വേണോ? ഒരു ദോശ. ഓ, ദോശയും പഞ്ചസാര ആണെങ്കിൽ കഴിക്കാതല്ലേ? ദോശ പഞ്ചസാര തരട്ടാ? ദോശയും ടാമ്പും വേണോ കഴിക്കാൻ? ലാസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോ ഒന്നും കൂടെ പറഞ്ഞാൽ മനസ്സിലാവും. ഓ, മനസ്സിലായി. പഞ്ചസാരയും ടാബും ഉണ്ടെങ്കിൽ ദോശ കഴിക്കാം. അങ്ങനെയല്ലേ പറഞ്ഞേ?
ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷെ അങ്ങനെ പറയല്ലോ, ഒരു പ്രാവശ്യം കൂടെ പറ. ഓ ദോശ മനസ്സിലാക്കി കഴിച്ച് അങ്ങനെ. എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുന്ന കല്ലും. അയ്യോ എന്തൊരു പാവം, അയ്യോ എന്തൊരു പാവം. ഗൈസ്, നിങ്ങൾക്ക് ഒരു ദോശയുടെ കഥ കേൾക്കണോ? നിങ്ങൾക്ക് മനസ്സിലായോ നോക്കാം. ആ പറ, കേക്കട്ടെ എല്ലാവർക്കും. ഓ ആ ഷജി കേട്ടോക്ക്. ടാബ് തിന്നിട്ട് പഞ്ചസാരയും കൂട്ടി ദോശ കണ്ടു. പഞ്ചസാര ടാബ് കഴിച്ചപ്പോ ദോശ കണ്ടു. ടാബ് ഒഴിഞ്ഞാ അറിയാവോ? സോ ഈ വ്ലോഗ് കണ്ടിട്ട് നിങ്ങൾ ഹാപ്പി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നതിന് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഇടുന്ന കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. വായിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ വ്ലോഗ്സ് എടുക്കുന്നതും. അപ്പം എല്ലാ കമന്റും റിപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇനിയും കമന്റ്സ് ഇടുക. ഞാൻ ഇനി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. സീ യു ടിൽ ദെൻ, ബൈ.